ഭാരതത്തിൽ ഇന്ന് വളർച്ചയുള്ളത് ന്യൂ ജനറേഷൻ സഭകളിൽ മാത്രമാണ്. മുഖ്യധാര സഭകളെ പോലെ ഭരണ സംവിധാനങ്ങളില്ലാത്ത, ആരോടും സമാധാനം ബോധിപ്പിക്കാൻ ബാധ്യതയില്ലാത്ത, ഉപദേശപരമായ അടിസ്ഥാനമില്ലാത്ത, ജീവിത വിശുദ്ധിക്ക് വില കൽപ്പിക്കാത്ത നിരവധി സ്വതന്ത്ര സഭകൾ ഇന്ന് പെന്തക്കോസ്ത് സഭകളുടെ ലേബലിൽ പ്രവർത്തിക്കുന്നു. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ നയിക്കുന്ന ഇത്തരം സഭകളിൽ ജനം വലിയ തോതിൽ ഇടിച്ചു കയറുകയും ചെയ്യുന്നു. ഏത് വിധേനയും സഭയിൽ ആളെ കൂട്ടുക എന്നതിനപ്പുറം അവരുടെ ജീവിത വിശുദ്ധിയോ ഉപദേശ സമഗ്രതയോ നേതൃത്വത്തിന് വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം സഭകളിലെ പാസ്റ്റർമാരുടെ ഭാര്യമാർ എന്ന ഭാഷാന്യ പശുക്കൾ മറ്റു മേച്ചിൽപ്പുറങ്ങൾ തേടുന്നത്. രോഗസൗഖ്യവും സമൃദ്ധിയും മാത്രം പ്രസംഗിക്കുന്ന ഈ സുവിശേഷകരിൽ മിക്കവരുടെയും കണ്ണ് സഭാജനങ്ങളുടെ കീശയിലായിരിക്കും. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം ചോദിക്കുമ്പോൾ നൽകാത്തവരുടെ സമൃദ്ധിയെ തടയുമെന്ന് ഭീഷണി മുഴക്കാൻ പോലും അവർക്ക് മടിയില്ല. എന്റെ ജനത്തെ തെറ്റിച്ച് കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തതിന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാർ എന്ന് മിഖ പ്രവചിച്ചത് ഇവരെ മുന്നിൽ കണ്ടു തന്നെയായിരിക്കണം. അവർക്ക് വരുന്ന ന്യായവിധിയും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലവന്മാർ സമ്മാനം നൽകി ന്യായം വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. ഭാരതത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നുവെന്ന് പരിതപിക്കുന്നവർ അവരുടെ മുഖം കണ്ണാടിയിൽ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ന്യൂജൻ സുവിശേഷകന്മാരുടെ തരികിടകൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത് മുതിർന്ന പാസ്റ്റർമാരാണ്. ഒരു കൂട്ടം ആണി തുരുമ്പിക്കാൻ ഒരെണ്ണം മതിയല്ലോ. ആ അവസ്ഥയിൽ തന്നെയാണ് പെന്തക്കോസ്ത് സുവിശേഷകരും ഇപ്പോഴുള്ളത്.